ബിസിനസ്സിലേക്ക് ഓരോ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുമ്പോഴായിക്കോട്ടെ, ഓരോ സ്റ്റാഫിനെ എടുക്കുമ്പോഴായിക്കോട്ടെ, മുറുകെ പിടിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടാവുമല്ലോ ബിസിനസ്സിൽ. ഇതുപോലെ പേരുകൾ ഇതുവരേക്കും ഒരു കുഴപ്പം വരാതെ പോകുന്നുണ്ട്. അപ്പം ഏതൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാലും ഓരോ ബ്രാഞ്ച് തുടങ്ങുമ്പോഴും അവരോട് പറയുന്നത് പ്രത്യേകിച്ചും എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഫസ്റ്റ് ഹൈജീനിക്ക്, പിന്നെ ക്വാളിറ്റി സർവീസ്. ഈ 3 ഘടകങ്ങളാണ് വേണ്ടത്. ഈ 3 ഘടകം ഉണ്ടെങ്കിലും 3 ഘടകം ഉണ്ടോണ്ട് കഴിയില്ല. ഫുഡ് ടേസ്റ്റി ആയിരിക്കണം. ഹൈജീനിക്കുള്ള ഫുഡ് ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല. അതെ. ക്വാളിറ്റി ഉള്ള ഫുഡും ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല. അതെ. നല്ല സർവീസ് കൊടുത്താൽ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഈ 3 കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, അതിൽ ടേസ്റ്റ് പ്രധാനമാണ്. ഈ 3 കാര്യവും നിലനിർത്തിക്കൊണ്ട് ടേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പറയുന്ന ഈ 63 സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ നോക്കുവോ? എങ്ങനെയാ അവിടെയൊക്കെ ഉള്ള ഒരു ഇക്കയുടെ ഒരു മേൽനോട്ടമൊക്കെ? 63 അടുത്തും ഒരു ദിവസം എത്താൻ എനിക്ക് പറ്റില്ല. എന്നാലും 3-4 ദിവസം കൊണ്ട് എല്ലാ ഷോപ്പുകളിലേക്കും ഞാൻ എത്തും. എപ്പോഴും 3-4 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഇത് ബേക്കറിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഞാൻ എപ്പോഴും ഉച്ചവരെ അവിടെയാണ് ഇരിക്കുക. എല്ലാ ബേക്കറിയിലേക്കും ഒരൊറ്റ 3 പോയിന്റ് ഉണ്ട്. മെയിൻ മറ്റേ കുട്ടമ്പശ്ശേരി എന്ന് പറഞ്ഞാൽ ആലുവയിൽ ഒരു 250 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനി അവിടെ ഉണ്ട്. പിന്നെ അടിമാലി ഉണ്ട്, തൊടുപുഴയുണ്ട് ചെറുത്. അപ്പോൾ ഇതാണ് മെയിൻ. അപ്പോൾ ഉച്ചവരെ എപ്പോഴും ഇവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങും. ഓരോ സ്ഥലത്ത് ഫ്രണ്ടിൽ കൂടെ കയറി കിച്ചണിൽ കൂടെ ഇറങ്ങി പോകും. അപ്പോൾ വേറെ അധികം സമയം നിൽക്കില്ല. ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. രാത്രി 2 മണി വരെ ഇപ്പോഴും ഞാൻ പുറത്തായിരിക്കും. 2 മണിക്ക് വീട്ടിലെത്തും. പണ്ടേ ശീലമാണ്. 2 മണിക്ക് മുമ്പ് വീട്ടിലെത്ത വൈഫ് ചോദിക്കുന്നത് നേരത്തെ വന്നിരിക്കണേ എന്നുള്ളത്. അവർ ഉറങ്ങിയ ശേഷം ഞാൻ എപ്പോഴും എത്താറുള്ളൂ. ഓക്കെ, അപ്പൊ 2 മണിക്ക് എത്തി. അപ്പൊ ഉറങ്ങുമ്പോ ഒരു 3 മണിയാവുന്നുണ്ടാവും. രാവിലെ എപ്പോ എണീക്കും? 8 മണിക്കാണ്. ഓ, അപ്പൊ ആ 5 മണിക്കൂറത്തെ ഉറക്കം മതിയാവുന്നുണ്ട്. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഉഷാറായിട്ടും ആക്റ്റീവായിട്ടും ഇന്നും നല്ല എന്താ പറയാ യൂത്തിന്റെ ഒപ്പം വൈബും ഒക്കെ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന മിസ്റ്റർ റഫീഖ് എന്ന് പറയുന്ന പയ്യനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം ചെല്ലുന്നവരും. എങ്ങനെയാണ് പ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനെയൊക്കെ വെച്ച് ആക്റ്റീവ് ആവാനും ഒരു ദിവസം എങ്ങനെയാണ് യൂഷ്വലി അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ശരിക്കും എല്ലാ ദിവസവും തിരക്കിലേക്ക് പോയാൽ പ്രായം കുറയും. വെറുതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് പ്രായം തോന്നുന്നു. എനിക്ക് 365 ദിവസം ജോലി ചെയ്യുന്ന ആളാണ്. പെരുന്നാളോ ഓണോ വിഷുവോ അങ്ങനെ ഒന്നുമില്ല. ഫുഡായതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും വർക്ക് ചെയ്യും. എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല. പിന്നെ ശരീരം ഇങ്ങനെയാണ്, പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബോഡി ജിമ്മിലൊക്കെ പോയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രായമാവരുത് എന്നൊരു ആഗ്രഹം കൊണ്ട് കുറച്ച് കാലം കൂടി ഇങ്ങനെയൊക്കെ പോകണം. നമ്മുടെ മുമ്പിൽ മമ്മൂട്ടി എന്നൊരു വലിയ മനുഷ്യൻ കിടപ്പുണ്ടല്ലോ. വിചാരിച്ചാൽ അങ്ങനെ ആവാന്ന് അദ്ദേഹമാണ് കാണിച്ചത്. നമ്മൾ വിചാരിച്ചാൽ അപ്പൊ അദ്ദേഹമാണ് വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താം വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. അവിടെയും നിർത്തിയിട്ടില്ലെങ്കിലും. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഇന്നിപ്പോ ചൊക്ലിയിൽ കൂടെ പഠിച്ചു നിന്ന ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു മകൻ എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നത് ലുക്ക് വൈസ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പം മറ്റേ പഴയ സ്റ്റുഡന്റ് ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെയൊക്കെ വിളിക്കണം, ഒന്ന് ചെല്ലണം അവരുടെ മുമ്പിലേക്ക്. ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെല്ലണം. ഇപ്പൊ അടുത്ത സുഹൃത്തുക്കളേക്കാണ്. അപ്പൊ അവർക്ക് ഒരു 63-64 വയസ്സൊക്കെ എങ്ങനെയായിരിക്കും. അപ്പൊ ആ ഒരു ഇതിലാണ് അവരുള്ളത്. ഇപ്പൊ ഞാൻ ഈ ലുക്കിലാണ് നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരെയും കാണാറില്ല. അടുത്ത സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ അപ്പോഴെനിക്ക് തോന്നാറുണ്ട്, പറയുന്നത് ശരിയാണ്, വലിയ പ്രായമൊന്നും എനിക്ക് കാണുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഓക്കെ, സിനിമകൾ ഇത്രയും ഇഷ്ടപ്പെടുമ്പോൾ മലയാള സിനിമകൾ മാത്രമാണോ കൂടുതലായിട്ടും കാണുന്നത്, അതോ ഏത് ഭാഷയാണെങ്കിലും ഇരുന്ന് ആസ്വദിക്കാറുണ്ടോ? മലയാള സിനിമ ഭാഷ എനിക്ക് അതല്ലേ അറിയൂ. ഓക്കെ, അവിടെ മലയാള സിനിമയാണ് കൂടുതൽ കാണുന്നത്. ഞാൻ ഫസ്റ്റ് അഭിനയിച്ച സിനിമ ഇംഗ്ലീഷ് സിനിമയാണ്. പക്ഷെ മലയാള സിനിമയെ കാണാറുള്ളൂ. തമിഴൊക്കെ കാണുന്നു, അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലാക്കാനൊക്കെ എപ്പോഴും മലയാള സിനിമ. മലയാളത്തിലല്ലേ നല്ല സിനിമകൾ വരുന്നത് എനിക്ക് തോന്നുന്നു. കഥയും കഥാപാത്രങ്ങളും അഭിനയമൊക്കെ എനിക്ക് തോന്നുന്നു. മറ്റേ ഞാൻ ആക്ടറും കൂടി ആണെങ്കിൽ പറയാൻ പറ്റില്ല. എനിക്ക് തമിഴിലേക്കൊക്കെ പോകേണ്ടതാണ്. എൻ്റെ അടുത്തൊരു തമിഴ് സിനിമ വരാൻ പോകുന്നുണ്ട്. ആഞ്ചലോ എന്ന് പറഞ്ഞൊരു സിനിമ മിക്കവാറും ഫെബ്രുവരി അങ്ങ് റിലീസാവും. അതിൽ ആഞ്ചലോ ആയിട്ട് അഭിനയിക്കുന്ന ഞാൻ തന്നെയാണ്. തമിഴാണ്. അതിന്റെ കഥ തിരക്കഥയൊക്കെ അല്ല, അതൊക്കെ വേറെ അഭിനയിക്കാൻ വേണ്ടി മാത്രം പോവാണ്. ഓ, സ്റ്റാർ ആയിട്ട് ചെന്നൈയിലേക്ക് പോണു. അല്ല, കഴിഞ്ഞു സിനിമ കഴിഞ്ഞു, ഡബിങ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു, അതിപ്പോ 2 ആഴ്ച മുമ്പ് അതും കഴിഞ്ഞു. അപ്പൊ ഫെബ്രുവരി റിലീസാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമിഴും മലയാളവും കൂടി എടുത്തിരിക്കുന്നത്. തമിഴാണ് ഫസ്റ്റ് റിലീസായെന്ന് പറഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിൽ ഞാനിപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കുന്നത്, അവിടെ എങ്ങാണ്ടൊന്ന് ക്ലിക്കായ അവിടെ
എന്നിട്ട് വേണം അവിടെ ചെന്നിട്ട് അവിടെയും കൂടെ റോയൽ ബേക്കറി ഒന്ന് ലെവലാക്കി എടുക്കാനായിട്ട്. ഈ റോയൽ ബേക്കറി ഇനിയും ഇതിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് കൂടുതൽ വലുതാക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടോ? ഉണ്ട്. അത് ഒരു വഴിക്ക് അത് പോകണം. അപ്പൊ ഇപ്പൊ അനുജന മക്കളുണ്ട്, എനിക്ക് മകളുണ്ട്, അവർക്കും ജീവിക്കാൻ ഇതിൽ നിന്ന് വരുമാനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വരുമാനത്തിന് ബിസിനസ് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഒരു ഫാക്ടറി പുതിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഫാക്ടറിയിൽ കോഴിക്കോടും മലപ്പുറത്തൊക്കെ ആയിട്ട് 10-25 ബേക്കറി തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ. 2026 അത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 63 2-3 വർഷം കൊണ്ട് സെഞ്ചുറി അടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള യാത്രകൾക്ക് എങ്ങനെയാണെന്ന് ഉറപ്പിക്കുന്നില്ല. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമമൊന്നുമില്ല. വന്നിടത്തോളം സന്തോഷം, അത്രയേ ഉള്ളൂ. ഇനി വലിയ ഇൻസിഡന്റുകളോ പ്രശ്നങ്ങളോ വരാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. വളർച്ചയല്ല അതിന് താഴ്ച വന്നാൽ ചിലപ്പോൾ മനസ്സിൽ താങ്ങില്ല. നമ്മൾ വലിയ വളർച്ച ഉണ്ടായിട്ടെങ്കിലും എൻ്റെ ഗ്രാഫ് ഞാൻ 15 വയസ്സ് മുതൽ പതിയെ മുകളിലോട്ടാണ്. അപ്പം അതിനൊരു ഇടിവ് വരരുത്. വലിയ രീതിയിൽ പൊങ്ങിയിട്ടില്ല എങ്കിലും ഇടിവ് വരാതെ പോകണം. ഞാനത് ചോദിക്കാൻ വരെയായിരുന്നു. ഇക്കടെ എനിക്ക് സക്സസ്ഫുൾ ആവണം എന്നുള്ള ആഗ്രഹത്തോടെ ജേണി തുടങ്ങിയതിന് ശേഷം ഇപ്പം ഇത്രയും നേരം ഇക്ക പറഞ്ഞപ്പോൾ ഇക്കയുടെ ലൈഫിൻ്റെ ജേണി ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയതായിട്ടാണ് ഞാൻ കാണുന്നത്, നമ്മൾ കേൾക്കുമ്പോൾ എല്ലാം. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഇക്കയുടെ കാൽക്കുലേഷൻ തെറ്റി ഒന്ന് പതിരി താഴേക്ക് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഒരേ താഴ്ചയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ആദ്യമായിട്ട് ഞാൻ കട തുടങ്ങിയപ്പോൾ ടോപ്പായി വീണ്ടും ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. വലിയ വളർച്ച ഉണ്ടായിട്ടില്ലെങ്കിലും 35 വർഷം കൊണ്ട് 1 നിന്ന് 63 അത് വലിയ വളർച്ചയല്ല. ഇടയിൽ നമുക്ക് തന്നെ അറിയാലോ, ഫ്ലഡ്, കൊറോണ, വലിയ ഇൻസിഡന്റ്, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇൻസിഡന്റുകളൊക്കെ നടന്ന് ഈ സമയത്താണ്. പക്ഷെ അപ്പോഴും വലിയ തകർച്ചകൾ എനിക്ക് സംഭവിച്ചിട്ടില്ല. അതൊക്കെ തന്നെ ഞാൻ പറയുന്നത്, ഒരു ദൈവത്തിൻ്റെ ഒരു കാവൽ ഉണ്ടായ ഒരാളാണ്. അല്ലെങ്കിൽ എന്നെപ്പോലത്തെ ആൾ അതിൽ നിന്ന് പിടിച്ച് അതുകൊണ്ട് നശിച്ചുപോയി ഒരുപാട് ഹോട്ടലുകാരും ബിസിനസ്സുകാരും ഉണ്ട്. പക്ഷെ അവിടെ വലിയ തകർച്ച അത് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ തരണം ചെയ്തെടുത്താന്ന് എനിക്കൊരിക്കലും വിശ്വാസമില്ല. അത് എവിടെയൊക്കെയോ ഒരു കാവൽ ആരുടെയൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് അതിലും വലിയ കുറച്ച് ദിവസം പ്രോഫിറ്റ് ഇല്ലാതെ കച്ചവടം പോയി. കുറച്ച് ദിവസം ജോലിക്കാർക്ക് സാലറി കൊടുക്കേണ്ടി വന്നു. എൻ്റെ കമ്പനി 2 നില വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. 2 കോടിയോളം രൂപ അതിൽ പോയിട്ടുണ്ട്. ചെറിയ കാശ് ഇൻഷുറൻസ് കിട്ടിയിട്ടുള്ളൂ. അപ്പം അത്തരം ഇൻസിഡൻറ്റ് കണ്ട് അതൊക്കെ പെട്ടെന്ന് ഓവർക്ക് ആ ഒരു മനോധൈര്യവും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സമയമൊക്കെ ഞങ്ങൾ 5 സ്ഥലത്തായി പോയിരുന്നു. ഞാൻ കമ്പനിയിൽ അകപ്പെട്ടു പോയി, ചുറ്റും വെള്ളം. ഞാൻ കമ്പനിയുടെ മുകളിലാണ്. അപ്പം അതിൻ്റെ മുകളിൽ പള്ളിയുണ്ട്. ആ പള്ളിയിൽ തന്നെയാണ് ഞങ്ങൾ കുറച്ച് ജോലിക്കാരും. അനിയൻ വീട്ടിലേക്ക് പോയപ്പം അവിടെയായി, എറണാകുളത്താണ്, അവിടെയായി. പെങ്ങൾ ഇടയപ്പുറത്തായിരുന്നു, പെങ്ങന്മാർ. അങ്ങനെ പല ധ്രുവങ്ങളിലായിപ്പോയി എല്ലാവരും അനുഭവിച്ച പോലത്തെ വലിയ പ്രതിസന്ധികളും കരച്ചിലും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്യാനുള്ള നമുക്കെന്ത് ഒരു താഴ്ച വന്നാൽ അത് കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ ചോദിച്ചാൽ കയറ്റിയെടുക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ പള്ളിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കമ്പനിയുടെ 2 നില, കാരണം എൻ്റെ ജീവിതമാണ് ഫാക്ടറി, 10-200 പേര് ജോലി ചെയ്യുന്നത്. അത് 2 നില മുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. ആകെ വിഷമമുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കുടുംബം ആരുമില്ല, വെള്ളത്തിൻ്റെ നടുക്കാണ്. അപ്പോഴത് നോക്കിയിട്ട് വിചാരിച്ചാൽ നമുക്കത് കയറ്റിയെടുക്കാൻ പറ്റും, ശ്രമിക്കാം, കയറ്റിയെടുക്കാം എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാനിപ്പോൾ യങ് ജനറേഷനിലെ ആളുകളോട് പറയുന്നത്, ചെറിയൊരു തകർച്ചയിൽ പതറിപ്പോകരുത്.